ഇപ്പോൾ ഈ NBTC-യുടെ കുവൈറ്റിലെ NBTC കമ്പനിയുടെ അസിസ്റ്റന്റ് HR മാനേജർ ജിഷാം നമുക്കൊപ്പം ചേരുകയാണ്. ജിഷാം, നേരത്തെ ഞാൻ വിളിച്ചപ്പോൾ മോർച്ചറിയിലായിരുന്നു ജിഷാം എന്ന് പറഞ്ഞിരുന്നു. എത്ര മൃതദേഹങ്ങളാണ് നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പുകൾ സജ്ജമാക്കിയിരിക്കുന്നത്? എപ്പോഴത്തേക്ക് ഈ ഭൗതികദേഹങ്ങൾ എത്തും എന്ന് തന്നെയാണ് ഉറ്റുനോക്കുന്നത് ഇവിടെയുള്ള ഉറ്റവരും ഉടയവരുമെല്ലാം? അങ്ങനെ എന്ത് സ്ഥിരീകരണമാണ് കുവൈറ്റിൽ നിന്ന് നൽകാൻ കഴിയുക ജിഷ? ആദ്യമായി കുവൈറ്റിന്റെ ചരിത്രത്തിൽ തന്നെ സംഭവിച്ച ഇത്രയും ദാരുണമായ ഒരു സംഭവം, അതിലുള്ള അങ്ങേയറ്റം ഞങ്ങളുടെ പ്രയാസവും ഞങ്ങളുടെ ദുഃഖവും എല്ലാം ഈ സമയത്ത് ഞങ്ങൾ പ്രകടിപ്പിക്കുകയാണ്. അവരുടെ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുകയാണ്, ഞങ്ങളുടെ സഹപ്രവർത്തകരുടെ ദുഃഖത്തിൽ. നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഔദ്യോഗികമായി 49 സഹപ്രവർത്തകരെയാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതിൽ 46 പേര് ഇന്ത്യക്കാര്, 3 പേര് ഫിലിപ്പൈൻസിൽ നിന്നുള്ള ആളുകള്. അതിൽ ഇന്ത്യക്കാരിൽ നിന്ന് ഏറ്റവും കൂടുതൽ 23 പേര് കേരളത്തിൽ നിന്നുള്ള ആളുകളാണ്. 7 പേര് തമിഴ്നാട് ഉൾപ്പെടെ ബാക്കിയുള്ള ഏകദേശം 12ഓളം സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 46 ഇന്ത്യക്കാരെ സഹപ്രവർത്തകരെയാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതില് അങ്ങേയറ്റം ഞങ്ങൾ പ്രയാസം രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇനി എന്ത് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് NBTC ചിന്തിക്കുന്നത്. ഞങ്ങളുടെ മാനേജ്മെന്റ് ഈ ജീവൻ നഷ്ടപ്പെട്ട ആളുകളുടെ കുടുംബത്തോടൊപ്പം എന്ത് കാര്യത്തിനും ഉണ്ടാവുമെന്നുള്ള ഉറപ്പ് ആദ്യം തന്നെ നൽകിയിട്ടുണ്ട്. ഒരു അടിയന്തര സഹായം എന്ന നിലയിൽ കമ്പനി 8 ലക്ഷം രൂപ മരണപ്പെട്ട എല്ലാ ജീവനക്കാരുടെയും കുടുംബങ്ങൾക്ക് നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതുകൂടാതെ വരുന്ന ആഴ്ചകളിൽ അവരുടെ മുഴുവൻ സെറ്റിൽമെന്റ് തുകകളും കമ്പനിയുടെ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ആശ്രിതർക്ക് ജോലി നൽകുന്ന കാര്യം, വീടില്ലാത്ത ജീവനക്കാരുണ്ടായിരുന്ന ആ കൂട്ടത്തിലെങ്കിൽ അവർക്ക് എത്രയും പെട്ടെന്ന് വീട് വെച്ച് നൽകുന്ന കാര്യം, ഇത്രയുള്ള എല്ലാ അടിയന്തരമായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുമായിട്ട് NBTC മാനേജ്മെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം 25ഓളം ആളുകൾ ഹോസ്പിറ്റലൈസ് ആയിട്ടുണ്ട്. അവരുടെ കാര്യങ്ങളെല്ലാം ഇപ്പോ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനേക്കാൾ ഏറ്റവും പ്രഥമ പരിഗണന കൊടുക്കുന്നത് ഈ 49 ആളുകളെ എത്രയും പെട്ടെന്ന്, ഇന്നലെ പുലർച്ചെ ഉണ്ടായ സംഭവം, ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് നമുക്ക് ഈ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. ഇന്ന് തന്നെ അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഇന്ന് 8 മണിയോട് തന്നെ നമ്മൾ എംബാം ചെയ്ത് എയർപോർട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് NBTC മാനേജ്മെന്റും അതോടൊപ്പം തന്നെ ഇന്ത്യൻ എംബസി അധികൃതരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ജിഷാം, ഈ പറഞ്ഞ 23 മലയാളികളുടെ ഭൗതികദേഹങ്ങൾ ഇന്ന് 8 മണിയോടുകൂടി നാട്ടിലേക്ക് അയക്കും, 23 പേരുടെയും. അതെ, ഇന്ത്യൻ എംബസിയുടെ നിർദ്ദേശപ്രകാരം ഇവരെ എല്ലാം ഒരു എയർ ഫോഴ്സിന്റെ ഫ്ലൈറ്റിൽ ഡൽഹിയിലേക്കും അവിടെ നിന്ന് അതാത് സംസ്ഥാനങ്ങളിലേക്കും കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ആശുപത്രിയിലുള്ള ഗുരുതരാവസ്ഥയിലുള്ളവരുടെയൊക്കെ ഒരു സ്ഥിതി അത് കമ്പനി അന്വേഷിക്കുന്നുണ്ടാവുമല്ലോ, അവരുടെ ഒരു സ്ഥിതി ഏത് തരത്തിലാണ്? ഇപ്പൊ നമ്മുടെ റിപ്പോർട്ട് പ്രകാരം 29 പേരാണ് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ളത്. ആകെ ഉണ്ടായിരുന്ന ആളുകളിൽ 109 പേര് സേഫാണ്, അവർക്ക് യാതൊരു പ്രയാസവും ഇല്ല. ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള 31 പേരിൽ ഒരാൾ മാത്രമാണ് അതീവ ഗുരുതരമായിട്ട് വെന്റിലേറ്ററിലുള്ളത്. ഒരു ഫിലിപ്പിനോ എംപ്ലോയി ആണ്. ബാക്കി എല്ലാവരും അപകടനില തരണം ചെയ്തിട്ടുണ്ട്. അതായത് ബാക്കിയുള്ള മലയാളികൾ അടക്കമുള്ളവരുടെ നില സുരക്ഷിതമാണ്. ഇനി മരണസംഖ്യ ഉയരുമെന്നുള്ള ഒരു ആശങ്ക വേണ്ട അല്ലേ? നിലവിലെ സാഹചര്യത്തിൽ ഹോസ്പിറ്റൽ അധികൃതരിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ക്രിട്ടിക്കൽ അല്ലെങ്കിൽ ഒരു കാഷ്വാലിറ്റി ലെവലിലേക്ക് ഇനി പോകാൻ സാധ്യതയില്ല. ഇപ്പോൾ ഈ ആശുപത്രിയിലുള്ളവരുടെ പൂർണ്ണമായിട്ടുള്ള എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ മരണപ്പെട്ട 49 പേരിലും നമ്മൾ മനസ്സിലാക്കിയത് പ്രകാരം 2 ആളുകൾ മാത്രമാണ് അവര് ഈ ബേൺ ഇഞ്ചുറി പൊള്ളലേറ്റ് മരണപ്പെട്ടത്. ബാക്കി 47 പേരും ശ്വാസം മുട്ടിയാണ് മരിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് ശ്രദ്ധയിൽപ്പെടുത്താനുള്ള, പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതുപോലെ NBTC ക്യാമ്പ് മാനദണ്ഡങ്ങൾ പാലിച്ചല്ല പ്രവർത്തിക്കുന്നത് എന്നുള്ള തെറ്റായ ഒരു കാര്യമാണ്. എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് ആവശ്യത്തിലധികം സൗകര്യങ്ങളും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു റൂമിൽ 3 പേരാണ് താമസിക്കുന്നത്. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അല്ല, പക്ഷേ ജിഷാം, ഇത് ആ കെട്ടിടത്തിൽ താമസിച്ചവരുടെ എണ്ണം 195 എന്ന് പറയുന്നത് അതൊരു വലിയ കണക്കായിരുന്നു. 150-അപ്പുറത്തേക്ക് ആൾക്കാരെ താമസിപ്പിക്കാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നില്ല എന്ന തരത്തിലുള്ള ഒരു വാർത്തകളുണ്ടല്ലോ, അത് നിഷേധിക്കുകയാണോ? ഇല്ല,
ആ ഒരു ക്യാമ്പിന്റെ അക്കോമഡേഷൻ എന്ന് പറയുന്നത് ഒരു റൂമിൽ 3 പേര് വീതം 72 റൂമുകളാണുള്ളത്. നമുക്ക് മാക്സിമം 216 പേര് വരെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ അവിടുത്തെ സ്ട്രെങ്ത് 196 പിന്നെ ഒരു കാര്യം ഇവിടുത്തെ ഒഫീഷ്യൽസ് അനൌദ്യോഗികമായിട്ട് പറഞ്ഞത്, പകലായിരുന്നു ഈ ഒരു ദുരന്തമെങ്കിൽ ഇത്രയും ഒരു ദുരന്തം വ്യാപ്തി ഉണ്ടാവുമായിരുന്നില്ല, ഒരാൾക്ക് പോലും ജീവൻ നഷ്ടപ്പെടുമായിരുന്നില്ല. ഈ ആളുകളെല്ലാം പുലർച്ചെ 4 മണിക്ക് നല്ല ഉറക്കത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് ശ്വാസം മുട്ടി അബോധാവസ്ഥയിലേക്ക് പോവുകയും പിന്നീട് മരണം സംഭവിക്കുകയാണ് ചെയ്തത്. ഈ സുരക്ഷാ പരിശോധനകൾ കൃത്യമായിട്ട് നടന്നിട്ടുണ്ടായിരുന്നില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടല്ലോ, അതിനോടുകൂടി ഒന്ന് പ്രതികരിക്കണം ജിഷാം. അതിനോട് എനിക്ക് ഒറ്റ കാര്യം പറയുന്നുള്ളൂ. കഴിഞ്ഞ 4 മാസങ്ങൾക്ക് മുമ്പ് കുവൈത്തിൽ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കുവൈത്ത് സന്ദർശിച്ചപ്പോൾ ഇന്ത്യൻ എംബസിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം സന്ദർശിച്ച ഏക ലേബർ അക്കോമഡേഷൻ എന്ന് പറയുന്നത് NBTC ക്യാമ്പാണ്. കാരണം അത് എല്ലാ മാർഗനിർദ്ദേശങ്ങളും ഗവൺമെന്റ് നിയമങ്ങളും പാലിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് 100% അവർ അന്വേഷിച്ച് ഉറപ്പുവരുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ നിന്നും കുവൈത്തിലേക്ക് വന്ന കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി NBTC ജിഷാം ഒരു കാര്യം കൂടെ ചോദിച്ചോളാം ജിഷാം. 8 ലക്ഷം രൂപ അടിയന്തര സഹായമായിട്ട്, അപ്പം ഈ മരിച്ചവരുടെ നാട്ടിൽ പൂർത്തിയാക്കാത്ത വീടുകളടക്കം അത്തരം കാര്യങ്ങളെല്ലാം ഏറ്റെടുക്കുമെന്ന് പറഞ്ഞിരുന്നല്ലോ. അതായത് ഇവരുടെ പൂർത്തിയാക്കാതെ നിൽക്കുന്ന പ്രോജക്റ്റുകളടക്കം വീടുകളടക്കം അത് കമ്പനി ഏറ്റെടുത്ത് നിർമ്മിച്ചു കൊടുക്കും എന്നുകൂടിയാണോ? തീർച്ചയായും ഈ മരണപ്പെട്ടു പോയ ആളുകളുടെ കൂട്ടത്തിൽ വീടില്ലാത്ത ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും മാനേജ്മെന്റ് ആ രീതിയിലുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അടിയന്തരമായി അവർക്ക് വീട് വെച്ച് നൽകുന്ന സൗകര്യങ്ങൾ ചെയ്യും. അവർക്ക് അർഹതപ്പെട്ട എല്ലാ കാര്യങ്ങളും അവർ ചെയ്യും. റൈറ്റ്, വളരെ നന്ദി ജിഷാം. NBTCയുടെ അസിസ്റ്റന്റ് മാനേജർ തന്നെയാണ് നമ്മളോട് സംസാരിച്ചത്.